ദിവിഷ്, ഇപ്പോൾ നിലവിൽ കനത്ത മഴയൊന്നും പ്രദേശത്തില്ല. നേരിയ തോതിലുള്ള മഴയുള്ളൂ. മാത്രമല്ല, ഇത്തരത്തിൽ ഉരുളുപൊട്ടിയിടത്ത് നിന്ന് ഒഴുകി വന്ന മലവെള്ളപ്പാച്ചിലിന് ഇപ്പോൾ ഒരു കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പ്രദേശത്തൊക്കെ തന്നെ ഇതൊരു ഹൈറേഞ്ച് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കോടമഞ്ഞിറങ്ങുന്ന ഒരു സ്വഭാവമുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ മണിക്കൂറുകൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ ഹെലികോപ്റ്ററിന് പോലും ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ വലിയ തോതിൽ കോടമഞ്ഞുണ്ടാക്കിയിരുന്ന ഒരു തടസ്സം, അത്തരത്തിലുള്ള സാധ്യത രാത്രി ഇപ്പോൾ നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് ഫയർഫോഴ്സും വിവിധ സേനാ വിഭാഗങ്ങളടക്കം ഇപ്പോൾ നിലവിൽ റെസ്ക്യൂ മിഷൻ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഒന്നാമത്തെ ഉരുൾപൊട്ടലിന് ശേഷം ആളുകളൊക്കെ തന്നെ മൊബിലൈസ് ചെയ്ത പോയിന്റുകളിൽ നിന്നും പൂർണ്ണമായി ആളുകൾ ഒഴിപ്പിക്കാനായി എന്ന ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ താൽക്കാലികമായി മിഷന് ദൗത്യസംഘം വിരാമമിട്ടത്. പക്ഷേ പിന്നീടാണ് നാഗമല അടക്കമുള്ള ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അവിടെയുള്ള തൊഴിലാളികളും പ്രദേശവാസികളും അടക്കം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തേക്കും അതുപോലെ തന്നെ ദൗത്യ സംഘങ്ങളുടെയൊക്കെ തന്നെ അടുത്തേക്ക് എത്തുന്നത്. എന്തായാലും നാളെ അവരെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ടേക്ക് പോവുക. മാത്രമല്ല, ഇനിയും നിരവധി ഇടങ്ങളിൽ നിന്ന് 20ഓളം മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട് എന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന നാട്ടുകാർ നമ്മളോട് പ്രതികരിക്കുന്നത്. എന്തായാലും അതിൽ എത്രത്തോളം കൃത്യതയുണ്ട് എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഉദ്യോഗസ്ഥർക്കും അതിൽ വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെയോട് കൂടിയായിരിക്കും കൃത്യമായിട്ടുള്ള നാളത്തെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായ ചിത്രം ലഭിക്കുകയുള്ളൂ. ദിവിഷ്, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിവിധ ഇടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ, ആശയറ്റവരാണ് ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നത്. അവരെല്ലാം ചേർത്ത് പിടിക്കേണ്ടതും അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതും ഒരു നാടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കടമയുമായി മാറുകയാണ്. നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ, ജനങ്ങൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഇപ്പോൾ ഈ ഒരു ദുർഘടമായ ഘട്ടത്തെ നമ്മൾ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്.